ഇന്ത്യയുടെ ചരിത്രം 1905 മുതൽ 1910 വരെ. Indian history 1905 to 1910. These were the main incidents during the tenure of Lord Minto. വൈസ്രോയ് ലോർഡ് മിന്റോവിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. In 1905, Lord Minto II was appointed as Viceroy of India. 1905 ലോർഡ് മിന്റോ വൈസ്രോയ് ആയി നിയമിതനായി. 1906, partition of Bengal came into force. Anti-partition movement which led to Swadeshi and boycott and dissolution of Swaraj. 1906 ബംഗാൾ വിഭജനം നിലവിൽ വന്നു. ഇത് സ്വദേശി ബഹിഷ്കരണ പ്രക്ഷോഭങ്ങളിലേക്ക് നയിച്ചു. 1906 ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിം ലീഗ്. 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ചു. 1907 സൂറത്ത് സ്പ്ലിറ്റ്. 1907 സൂറത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായി പിളർന്നു. 1909 മോർലി മിന്റോ റിഫോം. 1909 മോർലി മിന്റോ ഭരണ പരിഷ്കാരങ്ങൾ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് ആന്റി പാർട്ടീഷൻ മൂവ്മെന്റ്. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും. Lord Minto was appointed as Viceroy of India in 1905. 1905 മിന്റോ പ്രഭു വൈസ്രോയിയായി നിയമിതനായി. And partition of Bengal came into force, which led to Swadeshi and boycott movement. ബംഗാൾ വിഭജനം നിലവിൽ വന്നതോടെ അത് സ്വദേശി ബഹിഷ്കരണ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. These have been discussed in previous video. And resolution of Swaraj was adopted in Calcutta session of 1906 under the leadership of Dadabhai Naoroji. And INC accepted Swaraj as the goal. And here the INC was compelled by extremists to adopt resolution of Swaraj. 1906 കൽക്കട്ടയിൽ ദാദാബായ് നവറോജിയുടെ കീഴിൽ ചേർന്ന സമ്മേളനം സ്വരാജ് അഥവാ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മുന്നേറ്റങ്ങളുടെ പ്രമേയം അംഗീകരിച്ചു. അതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഉദ്ദേശ്യം സ്വയംഭരണം എന്നതായി മാറി. ഈ മാറ്റത്തിനു പിറകിൽ തീവ്ര ദേശീയവാദികളുടെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. നെക്സ്റ്റ് അബൌട്ട് ഐഡിയോളജിക്കൽ ബേസിസ് ഓഫ് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. മിതവാദികളും തീവ്ര ദേശീയവാദികളും അവരുടെ ആശയങ്ങളും. Moderates have a narrow social base which includes zamindars and upper middle class. മിതവാദികളുടെ സ്വാധീനം സമീന്ദാർമാരിലും ഉയർന്ന സമ്പന്നരിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. And they were inspired by Western liberal thought. അവർ പാശ്ചാത്യ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. They never aimed to end British rule. Instead, the aim was more constitutional and administrative reform, such as more Indian in the administration. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക എന്നത് ഒരിക്കലും അവരുടെ ലക്ഷ്യമായിരുന്നില്ല. മറിച്ച് ഭരണഘടനാ പരിഷ്കരണത്തിനും നവീകരണത്തിനും വേണ്ടി മാത്രമായാണ് അവർ പ്രവർത്തിച്ചത്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തന്നെ ഇന്ത്യക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചു. ദാദാബായ് നവറോജി, Gopal Krishna Gokhale were the important moderate leaders. ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവർ മിതവാദി നേതാക്കളായിരുന്നു. Extremists have wide social base which include middle class and lower class people. തീവ്രദേശീയവാദികൾക്ക് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനമുണ്ടായിരുന്നു. മധ്യവർഗങ്ങളിൽപ്പെട്ടവരും താഴേക്കിടയിലുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു. They believed in mass movement. ബഹുജന പ്രക്ഷോഭങ്ങളുടെ ശക്തിയിൽ അവർ വിശ്വസിച്ചിരുന്നു. Extremists had no faith in British government and they wanted to end British rule. ബ്രിട്ടീഷ് ഭരണത്തിൽ വിശ്വാസമില്ലാതിരുന്ന തീവ്രദേശീയവാദികൾ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പോരാടിയത്. Extremist leaders were inspired by Indian history such as Hindu heritage. ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രവും ഹിന്ദു സംസ്കാരവും അവരെ സ്വാധീനിച്ചു. Bal Gangadhar Tilak, Lala Lajpat Rai, Bipin Chandra Pal, Aurobindo Ghosh were the important leaders. ബാൽ ഗംഗാധര തിലകൻ,
ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ഓറോബിന്ദോ ഘോഷ് ഇവരായിരുന്നു പ്രധാനപ്പെട്ട തീവ്രദേശീയവാദികളായ നേതാക്കൾ. ബാൽ പാൽ ലാൽ ഘോഷ്, ബാൽ ഗംഗാധർ തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ഓറോബിന്ദോ ഘോഷ് were the important extremist leaders. ബാൽ പാൽ ലാൽ ഘോഷ് എന്ന് ഇവർ അറിയപ്പെട്ടു. Moderates have narrow social base and they include Samindas and upper middle class. Extremists wider social base, middle class and lower class. മിതവാദികളുടെ സ്വാധീനം സമൂഹത്തിലെ സമീന്ദർമാരിലും ഉയർന്ന വർഗങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. എന്നാൽ മധ്യവർഗത്തിലും താഴേക്കിടയിലും ഉൾപ്പെടെ തീവ്രദേശീയവാദികൾക്ക് സമൂഹത്തിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. Moderates were inspired by Western liberal thoughts and extremists were inspired by Indian history such as Hindu heritage. മിതവാദികൾ പാശ്ചാത്യ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. എന്നാൽ തീവ്രദേശീയവാദികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും ഹിന്ദു സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. Moderates never intend to end British rule. Their aim was constitutional and administrative reform. Otherwise, the demand of extremists was Swaraj and they wanted to end British rule. മിതവാദികൾ ഒരിക്കലും ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ തന്നെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. തീവ്രദേശീയവാദികൾക്കാവട്ടെ ബ്രിട്ടീഷ് ഭരണത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ശ്രമിച്ചു. ദാദാഭായ് നവറോജി ആൻഡ് ഗോപാൽ കൃഷ്ണ ഗോഖലെ were important moderate leaders. Bal Gangadhar Tilak, Lala Lajpat Rai, Bipin Chandra Pal and Aurobindo Ghosh were the important extremist leaders. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവർ മിതവാദി നേതാക്കളായിരുന്നു. ബാലഗംഗാധർ തിലകൻ, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ഓറോബിന്ദോ ഘോഷ് എന്നിവർ തീവ്രദേശീയവാദികളായിരുന്നു. സൂറത്ത് സ്പ്ലിറ്റ് ഇൻ 1907. 1907 സൂറത്തിൽ വെച്ചുണ്ടായ പിളർപ്പ്. The difference between moderates and extremists widened during the Swadeshi movement. സ്വദേശി പ്രക്ഷോഭങ്ങൾക്കിടയിൽ മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി. Extremists wanted to extend the boycott movement in entire India, but moderates didn't accept this. ബഹിഷ്കരണ പ്രക്ഷോഭം രാജ്യവ്യാപകമാക്കാൻ വേണ്ടി തീവ്രദേശീയവാദികൾ ശ്രമിച്ചു. എന്നാൽ മിതവാദികൾ ഇതിനെ പിന്തുണച്ചില്ല. Also different opinion about the Swaraj, whether it mean self-government by the Indian people or obtaining self-governing British colonies. സ്വയംഭരണം എന്ന ആശയത്തിലും ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്വയംഭരണമാണോ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള സ്വയംഭരണമാണോ എന്ന തർക്കം നിലനിന്നു. In 1906 in Calcutta session, Bal Gangadhar Tilak, Bipin Chandra Pal wanted Aurobindo Ghosh as the president. But finally, Dadabhai Naoroji was chosen, but extremists formed a pressure group. 1906 കൽക്കട്ട സമ്മേളനത്തിൽ ബാൽ ഗംഗാധർ തിലകനും ബിപിൻ ചന്ദ്രപാലും ഓറോബിന്ദോ ഘോഷിനെ പ്രസിഡന്റ് ആക്കാൻ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ അവസാനം ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. The growing difference entered into Surat split in 1907. തുടർന്ന് മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയും 1907 സൂറത്തിൽ വെച്ചുള്ള പിളർപ്പിൽ കലാശിക്കുകയും ചെയ്തു. In 1907, extremists wanted Lala Lajpat Rai as president, but Rash Bihari Bose was chosen as the president. ലാല ലജ്പത് റായിയെ പ്രസിഡന്റ് ആക്കാനുള്ള തീവ്രദേശീയവാദികളുടെ ശ്രമം പരാജയപ്പെടുകയും രാഷ് ബിഹാരി ബോസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. Moderates formed a convention committee for a new constitution for Indian National Congress, which prevented entry of the extremists. മിതവാദികൾ ഒരു പുതിയ ഭരണഘടന രൂപീകരിക്കുകയും തീവ്രദേശീയവാദികൾക്കുള്ള പ്രവേശനം എന്നേക്കുമായി തടയുകയും ചെയ്തു. It was ratified in its Madras session in 1908. 1908 മദ്രാസ് സെഷനിൽ ഈ ഭേദഗതി അംഗീകരിച്ചു.
The difference between moderate and extremists during the Swadeshi movement ended in Surat split in 1907. സ്വദേശി പ്രക്ഷോഭ കാലഘട്ടത്ത് മിതവാദികൾക്കും തീവ്രദേശീയവാദികൾക്കും ഇടയിൽ രൂപപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ 1907 സൂറത്തിൽ വെച്ചുണ്ടായ പിളർപ്പിലേക്ക് നയിച്ചു. Foundation of Muslim League in 1906. Muslim League was set up in 1906 under the leadership of Aga Khan. 1906 ആഗാ ഖാന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചു. The name All India Muslim League was proposed by Sir Aga Khan, who was appointed its first president. സർ ആഗാ ഖാൻ ആദ്യത്തെ പ്രസിഡന്റ് ആയി നിയമിതനായി. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ താൽപര്യവും അവകാശവും സംരക്ഷിക്കുക, മുസ്ലിങ്ങളും മറ്റു സമുദായങ്ങളും തമ്മിൽ സൗഹാർദ്ദം വളർത്തിക്കൊണ്ടുവരിക എന്നിവ ഈ സംഘടനയുടെ പ്രധാന ഉദ്ദേശങ്ങളായിരുന്നു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ആൻഡ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ. 1909 ഭരണപരിഷ്കാരങ്ങൾ. ഇത് മോർലി മിന്റോ ഭരണപരിഷ്കാരങ്ങൾ എന്നും അറിയപ്പെടുന്നു. This act is also called as Morley Minto Reforms. Lord Minto was the viceroy and Morley was the secretary. ഈ നിയമത്തിലൂടെ മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ നിലവിൽ വന്നു. The act introduced separate electorate for Muslims. That means only Muslim community members were given the voting right. ഇവിടെ മുസ്ലിം ജനങ്ങൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. That means other community hadn't any voting right. അതായത് മറ്റു മതവിഭാഗങ്ങളിലുള്ളവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഹിന്ദു മുസ്ലിം ഐക്യം തകർത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഈ നിയമത്തിലൂടെ ഇതിന് നിയമപരമായ സാധുത നൽകി. That means seats in the legislative bodies were reserved based on religion. It is also called as communal representation. Lord Minto was called as the father of communal electorate. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം തകർക്കുകയും അവർ ഒന്നിക്കുന്നത് തടയുകയും ആയിരുന്നു ബ്രിട്ടീഷുകാർ ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഹിന്ദു മുസ്ലിം ഐക്യം തകരുമ്പോൾ അത് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ശക്തി കുറയ്ക്കുകയും തങ്ങൾക്ക് സുഗമമായി ഭരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നും ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടി. ഇത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു.